എല്ലാ വിദ്യാർത്ഥികൾക്കും ഓരോ സ്റ്റഡി സെന്റർ ഫർണിക്കാവിന്റെ കെമിസ്ട്രിയുടെ 2ാം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്ത് നിർത്തിയിരുന്നത് എല്ലാവരും ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ ക്ലാസിഫിക്കേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അറേഞ്ച്മെന്റ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? ക്രിസ്റ്റലൈൻ ഉണ്ടായിരുന്നു, അമോർഫസ് ഉണ്ടായിരുന്നു എന്നിങ്ങനെയായിരുന്നു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതിൽ ക്രിസ്റ്റലൈൻ സോൾഡ് നമ്മൾ ബേസ് ചെയ്ത് പഠിച്ചു. ദേ ഹാവ് 4 ടൈപ്സ്. ഏതൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ വേണം. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ആയിരുന്നു മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്, കോവാലന്റ് സോളിഡ്, അതുപോലെ തന്നെ മെറ്റാലിക് സോളിഡ്സ്. അതിനകത്ത് മോളിക്കുലാർ സോളിഡ് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. പോളാർ, നോൺ പോളാർ, അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ട് സോളിഡ് എന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കി എന്ന രൂപത്തിലാണ് നമ്മൾ ഈ സെക്കൻഡ് ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ഒരു പാർട്ടാണ്. ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു പാർട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം, ചിലപ്പോൾ 3 മാർക്കിന്റെ പ്രോബ്ലം വരെ ഈ ഭാഗത്ത് ഉണ്ടാവാറുണ്ട് ഇതിനെ ബേസ് ചെയ്ത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടിരിക്കുക. അതുപോലെ തന്നെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഭാഗത്തിന്റെ ഒരു ബേസ് കൂടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്ന ടോപ്പിക്. അത് ബേസ് ആണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ എൻട്രൻസിനൊക്കെ പോകുമ്പോൾ കൂടുതലും കാര്യങ്ങൾ ഇതിനകത്ത് ബേസിൽ പഠിക്കാറുണ്ട്, കുറെ പ്രോബ്ലങ്ങൾ പഠിക്കാറുണ്ട്. ഈ കഴിഞ്ഞ വർഷവും അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് പ്രോബ്ലം 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കൃത്യമായിട്ട് ഈ ബേസ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. നോക്കൂ, ക്രിസ്റ്റൽ ലാറ്റിസ് നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അമോർഫസ് സോളിഡ്, ക്രിസ്റ്റലൈൻ സോളിഡ് എന്നിങ്ങനെ ഒരുപാട് സോളിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. ഓർമ്മ ഡയമണ്ട്, NaCl, KCl, ഗ്രാഫൈറ്റ്, ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്, പോളിമർ ഇതെല്ലാം സോളിഡിന് എക്സാമ്പിൾ ആണ്. എല്ലാ സോളിഡിന്റെയും പ്രത്യേകതയാണ് ഇതിഹാസത്തിന്റെ ഡെഫിനിറ്റ് ഷേപ്പ്. പക്ഷെ എല്ലാ സോളിഡിന്റെയും ഷേപ്പ് ഒരുപോലെ അല്ല. അതിനൊരു പ്രത്യേകതയുടെ ഷേപ്പ്. നമുക്ക് കാണുന്ന എല്ലാത്തരം സോളിഡുകളും നമ്മൾ ഈ കാണുന്ന ഈ മാർക്ക് ഇതൊരു സോളിഡ് ആണ്. പക്ഷെ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നീണ്ട് റൗണ്ട് കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഈ കാണുന്ന ഈ ബോർഡ് അതും സോളിഡ്, പക്ഷെ ഇതിന്റെ ഷേപ്പ് അല്ല, അതിന് വ്യത്യാസമുണ്ട്. പാർട്ടിക്കിൾസ് അറിയുമ്പോൾ ഒരുപാട് തരം വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ ഈ വരച്ച ക്യൂബ് എല്ലാവർക്കും കാണാൻ കഴിയുള്ളൂ. ഈ ക്യൂബ് നമ്മളൊരു 3D പോലെ എല്ലാവരും വിചാരിക്കുക. ഇത് 3D, അത് 3 ഡയമെൻഷൻ ആണ്. ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ്. അതുപോലെ നിങ്ങൾ വിചാരിക്കുക. അതായത് ഒരു ക്യൂബ് വെച്ചിരിക്കുകയാണ്. നമ്മളൊരു ഡെസ്കിന്റെ പുറത്ത് ക്യൂബ് വെച്ചിരിക്കുന്നത് കരുതോ. അപ്പൊ നമ്മൾ നോക്കുക, ഈ ക്യൂബിന് 3D ആണല്ലോ. ഈ ക്യൂബ് എന്ന് പറയുന്ന സാധനം ഒരു സോളിഡില്ല, ഒരു കുഞ്ഞ് ആറ്റമായിട്ട് നിങ്ങൾ കരുതുക. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അതായത് നമുക്കറിയാം ഒരു ആറ്റം, ഒരു മോളിക്കൂളിനകത്ത് ആറ്റങ്ങളും, ആറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയും വലുതൊന്നും ആയിരിക്കത്തില്ല, വളരെ ചെറുതായിരിക്കും. നമുക്ക് കണ്ടുകൊണ്ട് തന്നെ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വലിയൊരു സോളിഡ് പാർട്ടിക്കിളിലെ ഒരു കുഞ്ഞു ആറ്റത്തെയാണ് നമ്മൾ ഈ ഒരു ക്യൂബായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലിരിക്കും. ഒരു കുഞ്ഞൻ ആറ്റമാണ്, ഇതൊരു വലിയൊരു സോളിഡ് അല്ല. ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മോളിക്കൂളിലെ ഒരു കുഞ്ഞു ആറ്റം മാത്രമാണ് ഈ ക്യൂബ് എന്ന് പറയുന്നത്. അത്രയും ഒരു കാര്യം നിങ്ങൾ മനസ്സിലിരിക്കണം. ഇപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊരു സോളിഡ് ആകണമെങ്കിൽ ഇതേപോലെ അനേകായിരം ക്യൂബുകൾ ഇരിക്കണ്ടേ. അതായത് ഒരുപാട് ആറ്റങ്ങൾ, അതായത് ലക്ഷക്കണക്കിന് ആറ്റങ്ങൾ ചേർന്നാണ് ഒരു മോളിക്കൂൾ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം, ഇതൊരു ആറ്റമാണ്. ഈ ഒരു ക്യൂബ് ഒരു ആറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്കൂൾ ആവാൻ ഇങ്ങനെ വേണ്ട ഒരു ശരിക്കും ഒത്തിരി ഒരുപാട് ക്യൂബ് നമുക്ക് വേണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പ്രശ്നം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക. നോക്കുക, ഇവിടെ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് നോക്കുക. ഫസ്റ്റ് എഴുതിയിരിക്കുന്നു ക്രിസ്റ്റൽ ലാറ്റിസ്. ഇറ്റ് ഈസ് ദ 3D representation of solids are called crystal lattice. It is the 3D representation of solid molecules are called crystal lattice എന്നാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് ആണ്. എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുവാണ്, സോളിഡിന്റെ ഒരു 3D റെപ്രസെന്റേഷൻ. അത് ക്യൂബ് ഉണ്ട്, ക്യൂബ് മാത്രമല്ല, ഒരുപാട് നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ക്യൂബ് എടുത്തിരിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പഠിക്കരുത്. അപ്പം 3D representation is called crystal lattice. കിട്ടുന്നല്ലോ. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് എ 3D representation of solid particles are called crystal lattice എന്ന് നമ്മൾ വിളിക്കുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ ക്യൂബ് എടുത്തിരിക്കുകയാണ്. ഈ ക്യൂബിനെ കുറിച്ച് പറയാം. കാരണം ആ ക്യൂബിന്റെ ഓരോ കാര്യങ്ങളും വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്.
ഈ ക്യൂബിന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം 1 2 3 4 5 6 7 8 8 കോർണേഴ്സ് ആണ്. 8 കോർണേഴ്സ് അതിനകത്ത് അടങ്ങിയിരിക്കും. 8 കോർണറുകൾ അതിനകത്ത് അടങ്ങിയിരിക്കും. അതുപോലെ നമുക്കറിയാം ഒരു ക്യൂബിന് എല്ലായ്പ്പോഴും എത്ര ഫേസ് കാണും? 6 ഫേസും കാണും. ശ്രദ്ധിക്കുക, അതായത് 8 കോർണറും 6 ഫേസുമാണ് ഒരു ക്യൂബിനുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന് 12 എഡ്ജ് കാണും. 12 എഡ്ജ് കാണും. ശരിയല്ലയോ? കാര്യം എന്താ ഞാൻ പറയാം. ഇത് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട്. നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കുക, ഒരു ക്യൂബിന് 8 കോർണർ മീൻസ് ഞാൻ പറയാൻ ഒന്നുമില്ല, ഈ പോയിന്റ് ആണ്. ഇതാണ് കോർണർ. അറിയാൻ പറ്റണമെങ്കിൽ ഇതാണ് കോർണർ. ഫേസ് എന്തായിരിക്കും? 1 2 3 4 5. നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും ഏണി ബാമ്പ് പഠിക്കുമ്പോൾ ഡൈസ് എടുത്തില്ലേ? ഡൈസ് ഇത്ര സംഖ്യയുണ്ട്, 1 2 3 4 5 6 അങ്ങനെ 6 സംഖ്യകളുണ്ട്. അപ്പൊ 6 ഫേസ് ആണ് ഉള്ളത്. എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. 12 എഡ്ജ്. നിങ്ങൾ ഈ വര കണ്ടോ? ഈ ഒരു സിംഗിൾ ലൈനിലാണ് എഡ്ജ്. നിങ്ങൾ എണ്ണി നോക്കുവാണെങ്കിൽ 12 എഡ്ജ് ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലിരിക്കുക. 8 കോർണർ, 6 ഫേസ്, 12 എഡ്ജ് ആണ്. നമ്മൾ തുടക്കം സ്റ്റാർട്ട് ചെയ്യുവാണ്. ക്രിസ്റ്റൽ ലാറ്റിസ് is a 3D representation of solid particles are called, നമുക്ക് വിളിക്കാം എന്താണ് അതിനെ? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അതിൽ ഒന്നാമത്തെ ഞാൻ പറയാൻ പോവാണ്. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഒരു പേരാണ് പ്രിമിറ്റീവ് ക്യൂബിക് സെൽ. നമ്മൾ ആദ്യം പറഞ്ഞ ക്യൂബ് ആണ് ഇവിടെ. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരും. പ്രിമിറ്റീവ് ക്യൂബിക് സെൽ ആണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഒരു സിമ്പിൾ ഫോം എഴുതിക്കൊണ്ട് SCC. അതിന്റെ ഫുൾ ഫോം ആണ് സിമ്പിൾ ക്യൂബിക് സെൽ. നിങ്ങൾ സിമ്പിൾ പഠിക്കും. എന്താണ് SCC? സിമ്പിൾ ക്യൂബിക് സെൽ. എന്താണ് സിമ്പിൾ ക്യൂബിക് സെല്ല്? ഓക്കെ ആണല്ലോ? സിമ്പിൾ ക്യൂബിക് സെൽ എന്ന് വിളിക്കുന്നു. പ്രിമിറ്റീവിലെ ഒന്നാമത്തെ ടൈപ്പ് ആണ് സിമ്പിൾ ക്യൂബിക് സെൽ. നമുക്കറിയാം, ആ വാക്കിൽ തന്നെ ആൻസർ ഉണ്ട്, സിമ്പിൾ. നിങ്ങൾ കണ്ടല്ലോ, സിമ്പിൾ എന്നാണ് അതിന്റെ ഫസ്റ്റ് കിടക്കുന്നത്. സിമ്പിൾ ഒരു ക്യൂബ് ആണോ? ഒരു ക്യൂബ് ഞാൻ പറയുന്നു, ഒരു മോളിക്യൂളിനകത്തുള്ള സിമ്പിൾ ആറ്റത്തെ, ഒരു കുഞ്ഞൊരു ആറ്റത്തെ നമുക്ക് വിളിക്കാൻ എന്താണ്? ഒരു SCC, ഒരു സിമ്പിൾ ക്യൂബിക് സെൽ. പറഞ്ഞേ, ഒരു സിമ്പിൾ ക്യൂബിക് സെൽ എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയുന്നു, നിങ്ങൾ നോക്കുക, ഞാൻ ഒരു വേർഡ് നിങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണ്. ആ വേർഡ് നിങ്ങൾ എഡിങ് ഉണ്ടല്ലോ, ക്രിസ്റ്റൽ ലാറ്റിസ് കണ്ടല്ലോ. അതിൽ നിന്നൊരു വാക്ക് നമ്മൾ പുതിയ എടുക്കുകയാണ്, ലാറ്റിസ് പോയിന്റ്. ഓർ മറ്റൊരു പേരുണ്ട്, അതിനെ ലാറ്റിസൈറ്റ് എന്ന് വിളിക്കും. എന്താണ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസൈറ്റ്? ആ വാക്കും കൂടെ ഞാൻ കയറി പറയുവാണ്, ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസൈറ്റ്. എന്താണെന്ന് ഞാൻ പറയുവാ, ശ്രദ്ധിക്കുക. ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടേക്കുന്നതുകൊണ്ടോ, ഈ ഓരോ ക്യൂബിന്റെ കോൺ ഞാൻ ഒരു ഡാർക്ക് ആയിട്ട് ഒരു റൗണ്ട് ഇട്ടേക്കുന്നതുകൊണ്ടോ, അതിന്റെ അർത്ഥം റൗണ്ട് ആയിട്ട് ഇരിക്കുന്നല്ല അർത്ഥം. അതിനകത്തെല്ലാം ഇങ്ങനെ ക്യൂബ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ഫിറ്റ് നോക്കുക, നമ്മുടെ ഈ ബോർഡിൽ ഇരിക്കുന്ന ഫിറ്റ് നോക്കുക. ഇതിനകത്ത് അനേകായിരം എന്താണ് ഇഷ്ടികകൾ അടുക്കിയാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിയല്ലയോ? ആണോ? അതായത് നമ്മുടെ നിങ്ങൾ ഈ ഫിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഓരോ ഉണ്ടാക്കി വെച്ചതല്ല. ഓരോ ഇഷ്ടികയും അടുക്കി വെച്ചാണ് നമ്മൾ ഈ കാണുന്ന ഈ ഫിറ്റ് ഇങ്ങനെ ആക്കി എടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് മനസ്സിലാക്കിയാണ്. നമ്മൾ നോക്കിക്കോണം, ഇതിന്റെ എല്ലാ സൈഡിലും ഓരോ ക്യൂബിൽ പോകണം. ആറ്റങ്ങൾ ഇങ്ങനെ തെങ്ങിയിരിക്കുകയാണ്, ക്ലോസ്ലി പാക്ഡ്. ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറയുന്നു, ഓരോ ഈച്ച് കോർണറും, ഒരു ക്യൂബിന്റെ എല്ലാ കോർണറും മറ്റു ക്യൂബായിട്ട് ബന്ധവും. ഞാൻ പറയുന്നു, ഓരോ ഈച്ച് കോർണറിനെയും സിമ്പിൾ ആയിട്ടാണ് ഈ പറഞ്ഞത്. ഓരോ ഈച്ച് കോർണറിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാറ്റിസ് പോയിന്റ് അഥവാ ലാറ്റിസ് സൈറ്റുകൾ എന്ന് വിളിക്കാം. ആ വാക്ക് മക്കള് രണ്ട് വാക്കുകൾ പഠിച്ചിരിക്കുകയാണ്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്നും ലാറ്റിസ് പോയിന്റ് എന്നും. ലാറ്റിസ് പോയിന്റ് എന്താ? അല്ലെങ്കിൽ ഈച്ച് കോർണർ സർക്കാരുടെ ലാറ്റിസ് പോയിന്റ് ലാറ്റിസ് സൈറ്റ്. ഇതാണ് ആ കോർണർ. ഞാൻ പറഞ്ഞു എത്ര കോർണർ ഉണ്ട് ക്യൂബിന്? 8 കോർണർ. ആ സംഖ്യ ഉണ്ട്. എത്ര കോർണർ ഉണ്ട്? 8 കോർണർ ഉണ്ട്. ശരിയാണല്ലോ? അപ്പൊ ഞാൻ ഇവിടെ തുടക്കം വെച്ചിരുന്നത് നമ്മൾ ഒന്നാമത്തെയാണ് പ്രിമിറ്റീവ് ടൈപ്പ്. പ്രിമിറ്റീവ് ടൈപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒന്നാമത് SCC. SCC മീൻസ് സിമ്പിൾ ക്യൂബിക് സെൽ എന്നാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുന്നു, ഒരു ക്യൂബിന്റെ കോർണറിൽ മാത്രമാണ്, ഒരു ക്യൂബിന്റെ കോർണറിൽ മാത്രമാണ് ലാറ്റിസ് പോയിന്റ്. ലാറ്റിസ് പോയിന്റ് നമുക്കറിയാം, ഇതാണ് ലാറ്റിസ് പോയിന്റ്. അത് നിങ്ങൾ വിട്ടുപോകുന്നു, ഓർക്കണം. ഒരു കോർണറിന്റെ ഈച്ച് കോർണർ, ഒരു പോയിന്റിന്റെ എല്ലാ കോർണറിൽ മാത്രമാണ് ലാറ്റിസ് പോയിന്റ് കാണപ്പെടുന്നതെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം SCC, സിമ്പിൾ ക്യൂബിക് സെല്ല്. Only there are
each അല്ലെങ്കിൽ corner, lattice sites. Lattice sites are chosen only their corner. അവയുടെ കോർണറിൽ മാത്രമാണ് ലാറ്റിസ് സൈറ്റുകൾ അല്ലെങ്കിൽ ഈ പോയിന്റ് കാണുന്നത് എങ്കിൽ നമുക്ക് വിളിക്കാം സിമ്പിൾ ക്യൂബ്. ഒരു ക്യൂബ് നിങ്ങൾ വരച്ചാൽ അത് എന്തുമായിരിക്കും? അത് സിമ്പിൾ ക്യൂബിസൽ ആയിരിക്കും. ഒരു ക്യൂബ് നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ അത് സിമ്പിൾ ക്യൂബ് ആയിരിക്കും. അത്രയേ ഉള്ളൂ പ്രിമിറ്റീവ്. മനസ്സിലായല്ലോ? ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ക്രിസ്റ്റൽ ലാറ്റിസിലെ ഒന്നാമത്തെ ഒരു ടൈപ്പാണ് SC പ്രിമിറ്റീവ്. ഏതാണ് പ്രിമിറ്റീവ്? പ്രിമിറ്റീവിൽ നമുക്ക് ഒരൊറ്റ പറഞ്ഞ പഠിക്കാനുള്ള സിമ്പിൾ ക്യൂബിക്സ്. ഒരു സാധാ ഒരു ക്യൂബ് വരയ്ക്കുന്നു. ആ ക്യൂബാണ് നമ്മുടെ SC. SC മീൻസ് സംഭവം എന്താണ്? അതിന്റെ ലാറ്റിസ് പോയിന്റ്. ഞാൻ പറഞ്ഞ ഈ സംഭവം ഈ ലാറ്റിസ് പോയിന്റ് എവിടെ മാത്രം? ഓൺലി അറ്റ് ദെയർ കോർണേഴ്സ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? പ്രിമിറ്റീവ് വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാം. രണ്ടാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രിമിറ്റീവ് ഇവിടെ കഴിഞ്ഞു. പ്രിമിറ്റീവ് നമുക്ക് ആകെ പഠിക്കുന്നത് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നാളെ ചോദിക്കുകയാണെങ്കിൽ പ്രിമിറ്റീവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവിടെ വരെയുള്ള ക്വസ്റ്റ്യൻ പ്രോബ്ലംസ് വേറെ നമുക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പ്രിമിറ്റീവിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പാണ് പഠിക്കണം നിങ്ങൾക്ക്. രണ്ടാമത്തേതാണ് നോൺ പ്രിമിറ്റീവ്സ്. ഒന്നാമത്തേതായിരുന്നു പ്രിമിറ്റീവ് ആയിരുന്നു. രണ്ടാമത്തേതാണ് നോൺ പ്രിമിറ്റീവ്സ്. പ്രിമിറ്റീവ് എന്തായിരുന്നു? അതിന്റെ ഈച്ച് കോർണറിൽ, എല്ലാ കോർണറിൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് പോയിന്റ് എങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം പ്രിമിറ്റീവ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഹെഡിങ് ഉണ്ടല്ലോ നോൺ, മറ്റേ ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങൾ നോക്കണം, നമുക്ക് ഇവിടെ നമുക്ക് വേർതിരിക്കാം. നോക്കണം, ഒന്നാമത്തെ ടൈപ്പാണ് BCC. അതിൽ ഒന്നാമത്തെയാണ് BCC. രണ്ടാമത്തെ ടൈപ്പാണ് FCC. മൂന്നാമത്തെ ടൈപ്പാണ് ECC. ഇതെല്ലാം ഫുൾ ഫോം ഉണ്ട്. അപ്പം BCC, FCC, ECC അങ്ങനെയുള്ള പറയുന്നത് ECC, FCC, BCC അങ്ങനെ ഷഫിൾ ചെയ്ത് പറയാം. ഫസ്റ്റ് ഫോം. അപ്പൊ നോക്കണം, നോൺ പ്രിമിറ്റീവ്സ്. എന്തായിരുന്നു പ്രിമിറ്റീവ്? അതിന്റെ ലാറ്റിസ് സൈറ്റ് ഓൺലി ദെയർ കോർണർ. സെക്കൻഡ് വൺ നോൺ പ്രിമിറ്റീവ്സിൽ ഫസ്റ്റ് BCC. അതാണ് BCC നിങ്ങൾ നോക്കണം. അതിന്റെ ഫുൾ ഫോം ഞാൻ പറയുവാണ് ബോഡി സെന്റേർഡ് ക്യൂബിക് സെൽ. പറഞ്ഞേ ബോഡി സെന്റേർഡ് ക്യൂബിക് സെൽ എന്നാണ്. ശ്രദ്ധിക്കുക, ഈ ക്യൂബ് നോക്കുക. നമുക്കറിയാം ഒരു ക്യൂബ് വരയ്ക്കണമെങ്കിൽ ഈ ക്യൂബിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ എല്ലാ സൈഡും തുല്യമായിരിക്കും. അതിന് 8 കോർണർ ഉണ്ട്, 6 ഫേസ് ഉണ്ട്, 12 എഡ്ജ്. ഇതില്ലാതെ നമുക്ക് ഒരു ക്യൂബ് വരയ്ക്കാൻ പറ്റുള്ളൂ. അത് പോസിബിൾ അല്ല. കാരണം ഞാൻ ഈ ഒരു കോർണർ വെട്ടിക്കളഞ്ഞു. പിന്നെ ക്യൂബാണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പൊ നമ്മുടെ ക്യൂബിന്റെ പ്രത്യേകത എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. 8 കോർണർ, 6 ഫേസ്, 12 എഡ്ജ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നു BCC ആയാലും FCC ആയാലും ECC ആയാലും അതൊരു ക്യൂബാണ്. അപ്പൊ ഈ പോയിന്റിലുള്ള മാറ്റം വരുമോ? ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾ മനസ്സിലാവും. അതായത് നമ്മൾ BCC ആയാലും FCC ആയാലും ECC ആയാലും അതൊരു ക്യൂബാണ്. അപ്പൊ ഈ പറഞ്ഞതിനകത്ത് യാതൊരു മാറ്റവും അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ കാൽക്കുലേഷൻ വല്ല മാറ്റം വരുമോ? വരുത്തില്ല. കാരണം അത് പറഞ്ഞാൽ ക്യൂബല്ല. ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആവും. BCC ആയാലും ECC ആയാലും FCC ആയാലും അത് ക്യൂബാണ്. ഈ ക്യൂബ് ആവണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വേണ്ടേ? ഈ കണ്ടീഷൻ ക്യൂബാണോ? അല്ല. അപ്പൊ നമുക്ക് പറയാം ലാറ്റിസ് പോയിന്റ് ഈ BCC ആയാലും FCC ആയാലും ECC ആയാലും ലാറ്റിസ് പോയിന്റ് ഈ മൂന്നിനകത്തും അവയുടെ കോർണർ 8 കോർണറിലും ഉണ്ട്. അതിന് മാറ്റമില്ല. കാരണം അത് ക്യൂബാണ്. ഓക്കെ, ഈ BCC പ്രത്യേകത പറയുവാണ്. നോക്കണം, BCC ബോഡി സെന്റേർഡ്. ശ്രദ്ധിക്കൂ, ബോഡി സെന്റേർഡ് മീൻസ് ഒരു ക്യൂബിന്റെ അകത്താണ്. ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഈ ക്യൂബിന്റെ അകത്ത് ഒരു ലാറ്റിസ് പോയിന്റ് വരുവാണ്. കാണുന്നുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങള് ഒരു BCC മീൻസ് അതിന്റെ ലാറ്റിസ് പോയിന്റ് ഈച്ച് കോർണേഴ്സ് ആൻഡ് സെന്റർ ഓഫ് ദ ബോഡി. അവയുടെ ബോഡിക്ക് അകത്തും കൂടി ഒരു ലാറ്റിസ് പോയിന്റ് വരുവാണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം BCC. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ ഞാൻ പറയുവാണ്, BCC മീൻസ് ഒരു ക്യൂബ് ആവുമ്പോൾ അതിനകത്ത് ഓൾറെഡി അതിന്റെ കോർണറുകളിൽ എന്തുണ്ട്? ലാറ്റിസ് പോയിന്റുകളുണ്ട്. ഒപ്പം അതിനൊപ്പം ആ ക്യൂബിന്റെ അകത്ത് അതിന്റെ സെന്റർ ഭാഗത്ത് കൂടി ഒരു ലാറ്റിസ് പോയിന്റ് വരുവാണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം BCC, ബോഡി സെന്റേർഡ് ക്യൂബിക് സെൽ എന്ന് വിളിക്കാം. അതാണ് നോൺ പ്രിമിറ്റീവിലെ ഒന്നാമത്തെ ടൈപ്പ്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് നോക്കാം FCC, ഫേസ് സെന്റേർഡ്. ഫേസ് സെന്റേർഡ് എന്നാണ് പറയുന്നത്. ഫേസ് സെന്റേർഡ് എന്നാണ്.
അപ്പൊ ഫേസ് സെന്റേർഡ് മീൻസ് നോക്കിക്കോണം. നമുക്കറിയാം ഹൗ മെനി ഫേസസ്, 6 ഫേസ് ഉണ്ട്. നമ്മുടെ ക്യൂബിന് 6 ഫേസ് ഉണ്ട്. അപ്പൊ ലാറ്റിസ് പോയിന്റ് ശ്രദ്ധിക്കുന്നു, ലാറ്റിസ് പോയിന്റ് ഈച്ച് കോർണർ അതിന് മാറ്റമില്ല, കാരണം ക്യൂബ് ആണെങ്കിൽ എല്ലാ കോർണറിലും ലാറ്റിസ് പോയിന്റ് അവയുടെ 1 2 3 4 5 6 3D ഇങ്ങനെ വരും. കാരണം അപ്പുറം ഇപ്പുറമാണ് 3D. നമ്മൾ ഇങ്ങനെ കാണിക്കാം 1 2 3 4 5 6. അതിന്റെ 6 ഫേസിലും കൂടി ലാറ്റിസ് പോയിന്റ് വരുവാണെങ്കിൽ വിളിക്കുന്ന പേരാണ് FCC. അതായത് ലാറ്റിസ് പോയിന്റ് അവയുടെ കോർണറുകളിലും ഓൾ ഫേസ് എല്ലാ ഫേസുകളിലും ലാറ്റിസ് പോയിന്റ് വരുവാണെങ്കിൽ നമ്മൾ പേരെ വിളിക്കാം FCC, ഫേസ് സെന്റേർഡ് ക്യൂബിക് സെൽ. ഇറ്റ് ഈസ് ദ ഫേസ് സെന്റേർഡ് ക്യൂബിക് സെൽ. എന്താ പറയാ, face centered cubic cell is the and the lattice points are shows at every faces okay ആണോ, ക്ലിയർ ആണോ? BCC എന്തായിരുന്നു, ലാറ്റിസ് പോയിന്റ് കോർണറിലും ബോഡിക്ക് അകത്ത് വരണം. ഇനി ഞാൻ പറയുന്നു ECC, മൂന്നാം ടൈപ്പ് ആണ് ECC. ഓക്കെ ആണല്ലോ? ലാസ്റ്റ് വൺ ഇതിന്റെ ഫുൾ ഫോം ഇതാണ്, എൻഡ് സെന്റേർഡ്. എന്താണ് എൻഡ് സെന്റേർഡ്? എൻഡ് സെന്റേർഡ് ക്യൂബിക് സെൽ. പറഞ്ഞേ എൻഡ് സെന്റേർഡ് ക്യൂബിക് സെൽ. പറഞ്ഞേ എൻഡ് സെന്റേർഡ് ക്യൂബിക് സെൽ. ശ്രദ്ധിക്കോ, ഞാൻ ഈ ക്യൂബ് വെച്ചിരിക്കുന്നത് ഒരു മേശയുടെ പുറത്താണ് വെക്കുക. ഇതൊരു മേശയാണ് സങ്കല്പിച്ചോളൂ, ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ വശവും ഇല്ലേ, അതിന്റെ താഴ്ഭാഗം ഇതെന്റെ മോൾ ഭാഗം ആണോ ഇല്ലയോ? ശ്രദ്ധിക്കുക, അതായത് ഒരു മേശയുടെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഇത് താഴ്ഭാഗം മോൾ ഭാഗമാണ്. ഓക്കെ, കാരണം അങ്ങനെ പഠിക്കണ്ട, വേറെ എളുപ്പ വഴി ഞാൻ പറയാം. രണ്ട് നമുക്ക് ഈച്ച് കോർണർ അത് മാറ്റമൊന്നുമില്ല, ലാറ്റിസ് പോയിന്റ് രണ്ട് ഓപ്പോസിറ്റ് സൈഡ് വന്നാണ് അങ്ങനെ പഠിക്കാമല്ലോ. ലാറ്റിസ് സൈഡ് നമുക്കറിയാം, മറ്റേ FCC എന്ന് പറയുമ്പോൾ എല്ലാ ഫേസിലും 6 ഫേസിലും വരും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അങ്ങനെ പ്രത്യേകത അതിന്റെ കോർണറിൽ വരും. ഒപ്പം എന്താ, ലാറ്റിസ് പോയിന്റ് രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ that is called end centered cubic cell. പറഞ്ഞേ end centered cubic cell. നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണ്, ലാറ്റിസ് പോയിന്റ്സ് ആർ ഷോയിങ് two opposite faces. ഫേസിലാണ്, അകത്തല്ല ഫേസ്. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മള് നോൺ പ്രിമിറ്റീവ്സ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് ആയിരുന്നു ക്രിസ്റ്റൽ ലാറ്റിസ്. പറഞ്ഞേ ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പൊ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ദ ക്രിസ്റ്റൽ ലാറ്റിസ്? What is the crystal lattice? It is the 3D arrangement of solid particles are called crystal lattice. ശരിയാണല്ലോ? ഇനി ഒരു മെയിൻ ഒരു കാര്യം, എല്ലായ്പ്പോഴും വൺ വേർഡ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വലുതായിട്ട് തന്നെ എഴുതിയിടുവാണ്, പഠിച്ചോണം. പഠിച്ചേ യൂണിറ്റ് സെൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, വൺ വേർഡ് ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. യൂണിറ്റ് സെൽ, വാട്ട് ഈസ് ദ യൂണിറ്റ് സെൽ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടാകുന്നതെങ്കിൽ അതിനകത്തുള്ള ഏറ്റവും ചെറിയ ഘടകം ഫാക്ടർ അതെന്തായിരിക്കും? ആറ്റം ആയിരിക്കുമല്ലോ. പറഞ്ഞുകൂടെ? നമുക്കറിയാം, മനുഷ്യരുടെ കേസാണെങ്കിൽ നമ്മൾ സെല്ല് പറയും, കോശം പറയും. മറ്റു വസ്തു മെറ്റീരിയൽ നമ്മൾ ആറ്റം പറയും. ഇവിടെ നോക്കും, ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് ഒരു സിമ്പിൾ ക്യൂബിക് സെൽ, നമുക്കറിയാം ഒരു ക്യൂബ് ഒരു ആറ്റം മാത്രമാണ്. ഇങ്ങനെ അനേകായിരം ആറ്റങ്ങൾ ഇരുന്നാലേ ഒരു വസ്തു ആകത്തുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നു, അങ്ങനെ ക്രിസ്റ്റൽ ലാറ്റിസ് പറയുവാണെങ്കിൽ ആറ്റത്തിന് പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കും, യൂണിറ്റ് സെൽ. അതായത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന് ഒരു സിമ്പിൾ ക്യൂബിക് സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഒരു യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെൽ. നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് കണക്കും സെല്ല് എന്ന് പറയുന്നത് കണക്കും പോലെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന് ഏറ്റവും ചെറിയ ഘടകം ഫാക്ടർ ഏതാണ്? യൂണിറ്റ് സെൽ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഒരുപാടാണ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് പാർട്ട് ഓഫ് ദ ക്രിസ്റ്റൽ ലാറ്റിസ് ആർ കാൾഡ് യൂണിറ്റ് സെൽ. ഓക്കെ ആണല്ലോ? അപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞു പ്രിമിറ്റീവ്, വിട്ടുപോയില്ലോ. പ്രിമിറ്റീവ് എന്താണെന്ന് പറഞ്ഞത്? പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ പ്രിമിറ്റീവിന്റെ മറ്റൊരു പേരുണ്ട്, നോൺ സെന്റേർഡ് ക്യൂബിക് സെൽ. പ്രിമിറ്റീവിന്റെ മറ്റൊരു പേര് നിങ്ങൾ അത് പഠിക്കാൻ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. പ്രിമിറ്റീവ് അല്ലെങ്കിൽ എന്താണ്? നോൺ സെന്റേർഡ്. അത് ലാറ്റിസ് പോയിന്റ് ഓൺലി ആയിട്ട് കോർണർ, അവരുടെ കോർണറിൽ മാത്രമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെയാണ് നോൺ പ്രിമിറ്റീവ്സ്. നോൺ പ്രിമിറ്റീവ്സ് ആ മറ്റൊരു പേരുണ്ട്, സെന്റേർഡ് ക്യൂബിക് സെൽ എന്ന് വിളിക്കാം. മറ്റേത് എന്തായിരുന്നു? നോൺ സെന്റേർഡ് ആണ്. ഇവിടെ എന്താണ്? സെന്റേർഡ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ വിട്ടേക്കോ. എന്താണ്? നോൺ പ്രിമിറ്റീവ്സ്. ഒന്നാമത്തെയാണ് BCC, FCC, ECC. BCC മീൻസ് എല്ലാ കോർണറിലും ഉണ്ട്, ഒപ്പം ബോഡിക്ക് അകത്തും ഒരു ലാറ്റിസ് പോയിന്റ്. FCC എല്ലാ കോർണറിലും ഉണ്ട്, അതിന് 6 ഫേസിലും ലാറ്റിസ് പോയിന്റ്. ECC എല്ലാ കോർണറിലും ഉണ്ട്, ഒപ്പം ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ് അതിന്റെ ഈ രണ്ട് എൻഡ് ഭാഗത്തും ലാറ്റിസ് പോയിന്റ് നമുക്ക് വിളിക്കാം എൻഡ് സെന്റേർഡ് ക്യൂബിക് സെൽ എന്ന് വിളിക്കാം. ഇത്തരം കാര്യങ്ങൾ വ്യക്തമാണല്ലോ.